ഇതൊക്കെ ചെയ്യുള്ളൂ. അമ്മാമ്മയുടെ ഈ മുണ്ടി ചുറ്റിട്ടുണ്ട് നടക്കുന്നതേ അങ്ങേരെ ഞാൻ അറിഞ്ഞാൽ. അമേരിക്കയിൽ ഇരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാൻ? എന്തിന്? കല്യാണി അറിഞ്ഞാലും പോരെ പുകിലിന്? ആരും അറിയില്ല. അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി. ഈ വേഷത്തിന്റെയൊക്കെ പുറത്താണ് ഈ വിവരങ്ങളുടെ ജാതികൾ എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ. എന്താ ചിരിക്കാൻ? ചിരിച്ചു എന്നെ? ചിരിച്ചു. ഭർത്താവ് ഇവളുടെ ഭർത്താവ് എവിടെ? ഇത് ഇവളുടെ ഭർത്താവോ? എന്താണോ വെട്ടിച്ചിരിക്കുന്നത്? അമ്മാമേ, ഇതിലെന്തോ കുലഷ്ടണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. അവനല്ല ഇവൻ, ഇവനല്ല അവൻ. ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. താൻ എന്താ പറയുന്നത്? അമ്മാമയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിച്ച എന്നെക്കാൾ കല്യാണം കഴിച്ച് ഇവളെക്കാളും നിശ്ചയം എവനാ? അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെ നോണ പറയോ? അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി സംസാരിച്ചില്ല. നീ ആരെങ്കിലും ഇവരെ പരിചയപ്പെടുത്തിയോ? കണ്ടോ, അന്ന മനുഷ്യൻ തലക്ക് തിരില്ലാതായാലും എന്താ ചെയ്യാ? തലക്ക് എന്താ വേണ്ട? ഇത് ഞാൻ തെളിയിക്കും. പൂ പോലെ പുഷ്പം പോലെ ഞാൻ നിങ്ങൾ പോയി വിശ്രമിക്കും. കൈകളെ, ഞാനൊന്ന് കുളിച്ച് റെഡിയാവാം. കൈമളെ, സത്യം പറയാം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയാം. സത്യം പറയണം. പറയാം. വേണോ? കംപ്ലീറ്റ് തെളിയിക്കോ? തെളിയിച്ചോ? ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളരങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എന്റെ അമ്മയെ എനിക്ക് ആലോചിക്കാൻ വയ്യുന്നു. നീ ആലോചിക്കണ്ട. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ കൈ ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. അമ്മാമയെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു തെണ്ടിയെ പിടിച്ച് ഭർത്താവാക്കിയിരിക്കുകയാണ് അവള്. അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുടുംബന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? ഈ ഞാനൊന്ന് നോക്കിയിട്ട് ഒന്നും വേണ്ട. അങ്ങനെ ഇപ്പം ഇത് ഞാനല്ല. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറികൾ തുറന്നത്? താനൊക്കെ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുക. ഒരു അക്ഷരമുണ്ടല്ലോ. മേലില് ഈ വീട്ടിൽ തന്നെ കണ്ടുപോകരുത്. ഇന്നലെ ചില പ്രശ്നങ്ങളുണ്ടായി. കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നലത്തെയും പറ്റൊന്നും ചെയ്യാന് ചെവിയിലൂടെ കാശ് തരാൻ തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശ തന്നെ ഏൽപ്പിച്ചതല്ലേ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിലും എവിടെന്നെങ്കിലും ഒന്നും കൊണ്ട് നടാ. വെള്ളം അടിക്കാറുണ്ടല്ലോ. തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അവൻ ജയിക്കുന്നതാ. ചിരിക്കല്ലേ? വലിയ തമാശ കേട്ട മാതിരി. മര്യാദയ്ക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ.
ഞാൻ പോവാന്ന്. ഈ എമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് തന്നെയാ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദയ്ക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം. പ്രത്യാഘാതം, മേഘം എന്നുള്ളത്. അതിനെ പഠിപ്പിക്കുന്നത് വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി ഈ നാടകത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കുന്നു. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൻ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാടൻ കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ബാക്കി നടത്തുന്ന മതി. ഏത് 500? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാനല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറക്കെ കുറെ കാണുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ടെ. ഇപ്പൊ എത്ര? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ. എന്നിട്ടാ? പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. ഞാൻ പോവാ. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാൽ കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഏത് മനുഷ്യനല്ല, വേറെ വേണ്ട കൈകള്. മൂപ്പ വന്നിരിക്കേ. വാ മൂപ്പ. വിഷ്ണു, ഈ താഴത്തിലുണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടിത്തന്നിരിക്കുന്ന താഴത്താണിത്. അതായത് അണ്ണന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണ്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. செய்தோளும் முப்பாத்தம்பரம் நாகராஜா இந்த பொண்ணு மேல இருக்கிற பேயெல்லாம் இதை உடைய அடியார தீர்த்திர நாகராஜா. நீங்க உங்க வேலைய இந்த வடியால ஊழடி மொல்லமா அடிச்சப்போம். எப்படி மொல்லமா? ஐயே, இது மொல்லமா அடிச்சது போகாது. கைதட்டு ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ല ഉണ്ടോ? അടിക്കുകയോ തൊഴിക്കുകയോ? இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க கால விழுந்த இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் வச்ச மாதிரி. கையில வச்சா இது பொண்ணு கல்யாணம் இடிக்க முடியும். இந்த அம்மா என்ன அப்புறம் தான் சொல்லணும். എനിക്ക്